എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹ്യൂമൻ വേൾഡ് ആയിരിക്കും കാണിക്കുക. അവിടെ നമ്മുടെ ഹീറോ ഇച്ചിഗോയുടെ സിസ്റ്റേഴ്സ് അവരാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെ ഹായ് ആയിട്ട് ഒരു ബ്രിഡ്ജിലൂടെ നടന്നു വരികയാണ്. അവരുടെ ഏറ്റവും വലിയ മിസ്സിങ് അവരുടെ ബ്രദറാണ്. ബ്രദറിനെ കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ബ്രദർ എന്തിനാണ് പോയത്, എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമല്ല. എങ്കിലും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇച്ചിഗോ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് അവിടുന്ന് പോയത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പഴയതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് കടന്നു പോവാണ്. അങ്ങനെ നമ്മുടെ ചുണക്കുട്ടികൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നടന്നു വരുമ്പോഴായിരിക്കും മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവർക്കാണെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒന്ന് വല്ലാതെ തോന്നും. അവർ മുകളിലേക്ക് നോക്കും. അപ്പോ കറുത്ത രണ്ട് സാധനങ്ങൾ അവർക്ക് നേരെ വരുന്നത് കാണും. അവരിതിനു മുൻപും ഇതുപോലുള്ള സാധനങ്ങളെ കണ്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, രണ്ട് ഹോളോസ്. അവർക്ക് അവറ്റകളെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേടി തോന്നും. അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. ചുറ്റും ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അത് താഴേക്ക് വന്ന ഇവരെ മാത്രമായിരിക്കില്ല, ആ മനുഷ്യരെ എല്ലാം തന്നെ അറ്റാക്ക് ചെയ്യും. ഒരു കാരണവശാലും അവറ്റകളെ ഭൂമിയിൽ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കരീൻ അവളങ്ങനെ ചാടി വന്ന് കറങ്ങി അവറ്റകളെ രണ്ടിനെയും മുകളിലേക്ക് തന്നെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ചവിട്ട് കിട്ടിയ രണ്ട് ഹോളോസും വന്നതുപോലെ മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോവും. ഹോളോസ് മുകളിലേക്ക് പോയ സന്തോഷത്തില് നമ്മുടെ പെമ്പിള്ളേര് അവരാണെങ്കിൽ ഫുട്ബോളൊക്കെ എടുത്ത് തിരികെ നടന്നു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരു പൂച്ച അത് സ്കൈയിൽ നിന്ന് പറന്നു വന്ന് യൂസുവിന്റെ മുഖത്ത് വീഴുക. അവളാണെങ്കിൽ നിലവിളിക്കും, ഓ നോ, ഇതെന്താ, ഇത് എവിടുന്ന് വന്നൊക്കെ ചിന്തിച്ച് അവൾ ആ പൂച്ചയെ കയ്യിലെടുക്കും. അതിന്റെ മുഖമൊക്കെ കാണുമ്പോൾ അവൾക്ക് കുറച്ച് ഇഷ്ടാവും. അവൾ കരീനോട് പറയും, ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്കിതിനെ നമ്മുടെ പെറ്റായിട്ട് വളർത്തിക്കൂടാ. അത് കേൾക്കുമ്പോൾ കരീനും അതിനോട് ഒരല്പം ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെ നമ്മുടെ പെമ്പിള്ളേര് അവർ രണ്ടുപേരും അതിനെ അവരുടെ പെറ്റാക്കി സ്വീകരിച്ച് മുൻപോട്ടേക്ക് നടക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ലക്ഷറി പിങ്ക് കാർ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണും. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കാറ് അവർ ആ പരിസരത്തൊന്നും കണ്ടിട്ടില്ല. അത് ആരുടെ കാറാണെന്ന് അറിയാൻ വേണ്ടി അവർ ആ കാറിന്റെ അടുത്തേക്ക് വരും. ഉടനെ ഡോർ തുറന്ന് തൊപ്പിയും കോട്ടും ഒക്കെ ഇട്ടൊരാള് പുറത്തേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കനോജി. ആള് പുറത്തേക്ക് വരേണ്ട താമസം ആളുടെ കയ്യിലുള്ള സ്റ്റിക്കും ബോക്സൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഓൾറെഡി നമ്മുടെ സിസ്റ്റേഴ്സ് കനോജിയുടെ ആ പ്രോഗ്രാം ഷോയൊക്കെ കണ്ടതാണ്. അവർക്ക് കനോജി ഒത്തിരി ഇഷ്ടമാണ്. അവർ കണ്ണുമ ചിമ്മാതെ കനോജി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആകാംക്ഷയോട് കൂടെ തന്നെ നോക്കി നിൽക്കും. അവർ കുറെ നേരം ആളുടെ ആക്ഷൻസും ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കും. ഒരു പരിധി കഴിയുമ്പോൾ കരീനാണെങ്കിൽ അതൊരല്പം വെറുപ്പീരായിട്ട് തോന്നും. പക്ഷെ യൂസു ആണെങ്കിൽ അപ്പോഴും അത് ആസ്വദിച്ച് നിൽക്കുകയാണ്. കരീനാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ നിങ്ങൾ ചെയ്യുന്നത് ഒരല്പം വെറുപ്പീരാന്ന് ആളുടെ മുഖത്ത് നോക്കി പറയും. അത് കേൾക്കേണ്ട താമസം ആൾ ചമ്മി ഐസാവും. അതിനുശേഷം കനോജി ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങളുടെ ബ്രദർ ഇച്ചിഗോ അവനെവിടെ, അവനിപ്പോ കാണാനില്ലല്ലോ. അതിനവര് പറയും, ബ്രദർ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്, എത്രയും വേഗം തന്നെ തിരികെ എത്തും. അതിനുശേഷം അവരെങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ രണ്ട് ഹോളോസ് അവറ്റകളിപ്പോ കരീനും യൂസുവിനും നേരെ വരും. കനോജി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് കാലിയിളകി നിൽക്കുകയാണ്. അടുത്ത നിമിഷം കനോജി അവറ്റകളെ രണ്ടിനെയും തല്ലി തല്ലി കൊല്ലും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഒരേറെ ഷോപ്പ് കാണിക്കും. അവിടെയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ആ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിച്ചക്കനും അവർ രണ്ടുപേരും ഷോപ്പിന്റെ വർക്കുകൾ അതൊന്നൊന്നായിട്ട് ചെയ്യാണ്. എപ്പോഴത്തേതും പോലെ ആ കുഞ്ഞിപ്പയ്യൻ അവനാണെങ്കിൽ ജോലികളൊന്നും ചെയ്യാതെ മടി പിടിച്ച് നിൽക്കും. അതിനാ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെടും, നീ ഇത് കാണുന്നില്ലേ, മുഴുവനും ക്ലീൻ ചെയ്യുന്നത് ഞാനാണ്, നീ ഒന്നും ചെയ്യുന്നില്ല, ഈ കാര്യം അത് ഞാൻ മാസ്റ്റർ ഉരഹരയോട് പറയുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുന്നതിനിടയിലായിരിക്കും ഷോപ്പിന്റെ മുകളിൽ എന്തോ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുക. കുഞ്ഞിപ്പെണ്ണ് മുകളിലേക്ക് വരും. അവിടെ ഒരു ഹോളോ. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഹോളോ ഒക്കെ വളരെ നിസ്സാരമാണ്. അവളും സിമ്പിളായിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. ചിന്നപ്പയ്യനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഇപ്പൊ അവളോട് പറയും, ഇപ്പൊ നമ്മുടെ സിറ്റിയിൽ ഒരുപാട് ഹോളോവേഴ്സ് വന്ന് തമ്പടിക്കുന്നുണ്ട്. അതിന് കുഞ്ഞിപ്പെണ്ണ് പറയും, അതെ, ഇപ്പൊ ഇച്ചിഗോയും റുക്കയും അവരൊന്നും സിറ്റിയിലില്ല, അതുകൊണ്ടാണ് ഇവറ്റകൾ ഇങ്ങനെ വന്ന് ഇവിടെ തമ്പടിക്കണേ. ഉടനെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവും. കട്ട് ചെയ്ത അടുത്തായിട്ട് കാണിക്കുക കനോജിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന കുറെ ഹോളോസിനെയാണ്. കരീനും യൂസും ആണെങ്കിൽ ആ കാഴ്ച കണ്ട് നിസ്സഹായരായിട്ട് കനോജിയെ തന്നെ നോക്കും. ആ നിമിഷം നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിച്ചക്കനും രണ്ടുപേരും ചേർന്ന് ആ ഹോളോസിനെ തല്ലി ഓടിച്ച് കനോജിയെ സേഫ് ആയിട്ട് ഇപ്പൊ താഴെ ഇറക്കും. കനോജിയുടെ പവർ എന്താണെന്ന് യൂസുവിനും കരീനും ഏകദേശം പിടികിട്ടും.
പക്ഷേ ആ കുഞ്ഞിപ്പെണ്ണിനും കുഞ്ഞിച്ചക്കനും ഇത്രയും പവർ ഉണ്ടായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. കുഞ്ഞിപ്പെണ്ണും ചെക്കനും ആണെങ്കിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ കരീനും യൂസുമായിട്ട് ഒരു പരിചയമൊക്കെ സ്ഥാപിക്കും. അപ്പോൾ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ യൂസുവിന്റെ കയ്യിലുള്ള ആ പൂച്ചയൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അത് വെറും ഒരു പൂച്ചയല്ല, അതൊരു സോളാണെന്ന് അവൻ മനസ്സിലാക്കും. ഉടനെ അവനാണെങ്കിൽ അവളോട് പറയും, നിന്റെ കയ്യിലുള്ളത് വെറും ഒരു പൂച്ചയല്ല, അതൊരു സോളാണ്. അതിന് നീ കയ്യിൽ കൊണ്ടു നടന്ന ഒരുപാട് ഹോളോസ് നിങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ആ പൂച്ചയെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യൂസു ആണെങ്കിൽ അത് കേട്ട് ആ ക്യാറ്റിന്റെ മുഖത്തേക്ക് നോക്കും. അതിന്റെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ അവൾക്കതിനെ ഉപേക്ഷിക്കാനായിട്ട് തോന്നില്ല. അവളാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമായി, എന്തൊക്കെ സംഭവിച്ചാലും ഞാനിതിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കും. അതേസമയം ഖനോജിക്കാണെങ്കിൽ ഒരു വമ്പൻ ഐഡിയ ആളുടെ തലയിൽ ഉദിക്കുകയാണ്. ആളാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ടീമിൽ ചേർന്നൂടെ, നിങ്ങളെപ്പോലെ കുറച്ച് നുണുങ്ങു പിള്ളേരെ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഈ കാരക്കൂറ സിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് ഹോളോവേഴ്സ് വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് അവറ്റകളെ തുരത്തി ഓടിക്കാം. ഇവിടെ കരീനും നമ്മുടെ കുഞ്ഞിച്ചക്കനും അവർക്ക് രണ്ടുപേർക്കും ഖനോജി അവരെ ചെറിയ കുട്ടികളെന്ന് വിളിച്ചത് തീരെ ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ കൈ ചുരുട്ടി അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. ഇടിയൊക്കെ കിട്ടി ചോരയൊക്കെ തുളുമ്പി അങ്ങനെ ഖനോജി നിൽക്കും. പക്ഷെ ആൾക്കാണെങ്കിൽ അവരോട് ദേഷ്യമൊന്നുമില്ല. ആള് സമാധാനത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എന്നെപ്പോലെ ഫേമസ് ആവാം. ഒരുപാട് ഹോളോസിനൊക്കെ പിടിച്ച് അത് ഈ ലോകം മുഴുവൻ കാണിച്ച് നിങ്ങളും അടുത്ത തലമുറ ഓർത്തിരിക്കുന്ന നല്ലൊരു സോൾ റിപ്പേഴ്സായി പതിയെ പതിയെ മാറും. അത് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കനും കരീനും അവർക്ക് രണ്ടുപേർക്കും മനംമാറ്റം ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് ആള് പറയുന്നതനുസരിച്ച് ആളുടെ ടീമിൽ ചേർന്നൂടാ എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത യൂസുവും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും ഇപ്പോ ആ ഒരു ഉരഹര ഷോപ്പിലേക്ക് വരികയാണ്. അവരവിടേക്ക് എത്തുന്ന അതേ സമയം ഒരുപാട് ഹോളോവേഴ്സ് നമ്മുടെ യൂസുവിനെ റൗണ്ട് ചെയ്യും. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ അവറ്റകളെ പ്രതിരോധിക്കണം എന്നറിയില്ല. അടുത്ത നിമിഷം ആ ക്യാറ്റിന്റെ ബോഡിയിലുള്ള സ്പിരിച്വൽ എനർജി അതങ്ങനെ പുറത്തേക്ക് റിലീസ് ആവുകയാണ്. ആ ഒരു എനർജി കാരണം ഹോളോസിനൊന്നും അവളുടെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. അടുത്ത നിമിഷം ഖനോജിയാൻ ടീം അവരവിടേക്ക് വന്ന് ആ ഹോളോസുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒരു ഗണ്ണുമായിട്ട് വന്ന് അവറ്റകളെ അച്ചറം പൊച്ചറം വെട്ടിവെക്കും. അതേസമയം ആ ഹോളോസ് അതങ്ങനെ കൂടിച്ചേർന്ന് ഒരു ജയന്റ് ഹോളോ ആയി മാറും. അതിന്റെ രൂപമൊക്കെ കണ്ട് ഇപ്പൊ നമ്മുടെ യൂസു അവൾ താഴേക്ക് വീഴുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന പൂച്ച അത് ഞൊട്ടിയടയിൽ ഒരു ലയണായിട്ട് മാറും. അത് യൂസുവെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആ വലിയ ഹോളോയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കുഞ്ഞിപ്പെണ്ണ്, കുഞ്ഞിച്ചക്കൻ, കരീൻ അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ജൈന്റ് ഹോളോയെ നശിപ്പിച്ചു കളയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ യൂസു അവളാണെങ്കിൽ വഴിയരികിലൂടെ കൊടയൊക്കെ പിടിച്ച് മഴയത്ത് നടന്നു വരികയാണ്. അവൾ വഴിവെക്കൽ വെച്ച് ഒരു പൂച്ചയെ കണ്ടിരുന്നു. അതിന് ഒരല്പം ഭക്ഷണം കൊടുക്കാനാണ് അവൾ അവിടേക്ക് വരിക. അവൾ ആ ക്യാറ്റിന് ഭക്ഷണവും പാലും ഒക്കെ കൊടുത്ത് തിരിഞ്ഞു നടക്കുന്ന അതേ സമയം പൂച്ച അവളുടെ പിന്നാലെ ഓടി വരും. ഉടനെ ഒരു കാറ് അതങ്ങനെ സ്പീഡിൽ വന്ന് അതിനെ ഇടിച്ച് തെറിപ്പിച്ച് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ അത് മരിച്ചു പോകും. അവളാണെങ്കിൽ ആ പൂച്ചയുടെ അവസ്ഥ കണ്ട് അങ്ങനെ പൊട്ടിക്കരയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. പ്രസന്റില് ആ ഒരു പൂച്ച അത് അവളെ നോക്കി ചിരിച്ച് അതിന്റെ സ്പിരിച്വൽ എനർജി അങ്ങനെ മുകളിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മളുടെ ആൾക്കാരെല്ലാവരും ഒറ്റ ടീമായി ആ കാരക്കൂറ സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റെഡിയാവും. ഇച്ചിക വരുന്നത് വരെ ഇനി അവരാണ് ഈ ഒരു സിറ്റിയുടെ കാവൽക്കാർ. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.